ഇന്നത്തെ പരിപാടി എന്നാന്നറിയോ? ഒരു പടവലങ്ങ. അതുപോലെ തന്നെ നമ്മുടെ ലീഫി കേരള ആനിയമ്മ തന്ന ഇടിയിറച്ചിയില്ലേ, ഈ ഇടിയിറച്ചിയും കൂടെ വെച്ചിട്ട് ഒരു തോരൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ? വായോ. പടവലങ്ങയൊക്കെ നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ അരപ്പിനേക്കുള്ള സാധനങ്ങളാണ്. കാന്താരിമുളക് എടുത്തേക്കുന്നത്. കാന്താരിമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി, തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാവേ. നമ്മുടെ ആനിയമ്മയുടെ ലീഫി കേരള ആനിയമ്മയുടെ ഇടിയിറച്ചി. ഇതുകൊണ്ട് ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കി കേട്ടോ. എല്ലാം അടിപൊളിയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഇതാ ഇത്ര എടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് ഇല്ല, ക്യാബേജും ഇതുപോലെ തോരൻ വെക്കാം. ഭയങ്കര ടേസ്റ്റാ ബീഫ് ഇട്ട് തോരൻ വെച്ച. ഇതുപോലെ പൊടിച്ച് ഇടിയിറച്ചി വെച്ചിട്ട് കാബേജ് തോരനും സൂപ്പറാ. നല്ല ഒന്നുണ്ടാക്കി നോക്കിക്കോ കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ചായച്ചെടുത്തോണ്ട് വരാവേ. തേങ്ങ നമ്മള് ചായച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ, കുറച്ച് വെളിച്ചെണ്ണ ഒരു പാൻ അടുപ്പ് വെച്ചു, സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. രാവിലെ ആവുമ്പോഴത്തേനെ എണ്ണ അങ്ങോട്ട് കട്ടയാവും. അതിന് ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാലേ ഉരുകി വരുള്ളൂ. ഭയങ്കര തണുപ്പല്ലേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അതിനകത്തോട്ട് ഇട്ടു. പടവലങ്ങ ഇട്ടു, ഇടിയിറച്ചി ഇട്ടു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ആ കൂട്ട തന്നെ ഇടിയിറച്ചി ഇടണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങി പൊടിച്ചതാണെങ്കിൽ പോലും നമുക്ക് ഇച്ചിരി ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് വെന്തോട്ടെ, അതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചെറു തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ തോരനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആയിട്ടില്ല, ഇച്ചിരി കൂടെ ഉണ്ടാവാനേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മൂടി വയ്ക്കും. നമ്മുടെ തോരൻ റെഡി ആയോ നോക്കണ്ടേ? എന്താ തോരനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പടവലങ്ങ ഇടിയിറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ് ഇത്. ഈ ഇടിയിറച്ചി ഞാൻ പറഞ്ഞില്ലേ, ക്യാബേജ് കൊണ്ടും ഉണ്ടാക്കാം. സൂപ്പറാ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ ഇനിയിപ്പൊ ഇടിയിറച്ചി എങ്ങനെ കിട്ടും എന്നുള്ള ടെൻഷൻ ആണെങ്കിൽ ദാ ആനിയമ്മേനെ വിളിച്ചാൽ മതി. നല്ല അടിപൊളി സാധനം കിട്ടും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട, ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം ഇനി ഞാൻ വേറെ ഇതുപോലെയുള്ള ഡിഷുകൾ ഇടിയിറച്ചി കൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആനിയമ്മയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.